അടിപൊളി. ഇത് പണിയാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ട്. പിന്നെ ബമ്പറിന്റെ ഒക്കെ പണിയിലാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു പണിയുടെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ചാനലിൽ. പാർട്ട് 1 വീഡിയോ, ഇത് പാർട്ട് 2 ആണ് കേട്ടോ. കാരണം അന്നേരം പശ തീർന്നു. അപ്പം പലരോടും ഞാൻ പറഞ്ഞു. അപ്പം ചെയ്യാത്തതിൽ ഒരുപാട് സോറി ഉണ്ട് ഗൈസ്. സോറി പറയാനുണ്ട് എനിക്ക്. എന്നാൽ ഈ വണ്ടി വളരെ കോമൺ ആയിട്ടൊരു ജീപ്പാക്കാനാണ്, ഈ മഹേന്ദ്രയുടെ മേജർ ആക്കാൻ വേണ്ടിയാണ്. ഇത് നമ്മൾ അടിച്ച് നേരെയാക്കി മാത്രം ഒട്ടുന്നില്ല. ജൈസബീൻ്റെ പാർട്ട് 1 ഇട്ടിട്ടുണ്ട്. കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി കാണുക. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഏകദേശം കാണൊക്കെ മനസ്സിലാവും. കാര്യം നല്ല പാടായിരുന്നു. ഇത് ഒരു പഴയ വണ്ടിയായിരുന്നു. എനിക്കിതൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. ഇത് കിട്ടിയ സ്ക്രാപ്പിക്കണം. ഈ സാധനം, ഈ ഫ്ലെക്സ് ക്യുക്ക് എന്ന് പറഞ്ഞാൽ ചില്ലറ സാധനമൊന്നുമല്ല. അതിന് പിടിക്കാത്ത സാധനം ഈ ഫോം ഷീറ്റ്, കാർഡ്ബോർഡ് അങ്ങനത്തെ സാധനത്തിലൊക്കെ വീഴുമ്പോൾ തന്നെ അതിങ്ങനെ കത്തും. ചെറുതായിട്ട് തീയല്ല, അല്ലാത്ത രീതിയിലൊന്ന് കരിയും. പുക വരും. അതെന്താ പറഞ്ഞാൽ അത് ഉണങ്ങുമ്പോൾ ഒരു ലക്ഷണമാണത്. അതെ, നമ്മളുടെ പവർ ഇതൊക്കെയാണ്. ഫിക്സ് ചെയ്തു. നല്ല സ്ട്രോങ് ആയിട്ടാണ്. സൈഡില് നമ്മുടെ ഈ വീലിനെ നമ്മളൊരു കളർ അടിക്കാൻ പോവാണ്. ഈ റിമ്മിന്, ഡ്രമ്മിന്. അപ്പൊ ഡ്രമ്മിന് നമ്മൾ അടിക്കാൻ ഉദ്ദേശിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വയലറ്റ്. നമ്മൾ വയലറ്റ് ആണ് അടിക്കുന്നത്. ഇതൊരു സ്പോർട്സ് കാറിന്റെ. പിന്നെ സീറ്റ് നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് പണിയാൻ പലരും പറഞ്ഞു. എനിക്ക് അങ്ങനെ പണിത് വലിയൊന്നുമില്ല. ഇതിനൊക്കെ തുടങ്ങിയ പരിപാടിയൊന്നും അതുകൊണ്ട് നമുക്കറിയില്ല. നമ്മൾ ഇന്നും ഇന്നലെയും തുടങ്ങിയല്ല, അതുകൊണ്ട് നമുക്കറിയില്ല അല്ലേ. നമ്മളിത് പല വർഷമായിട്ട് ചെയ്യുന്നത് തന്നെ. നമ്മൾ ഇടക്കിടയ്ക്ക് ഇന്ന് തുടങ്ങിയ പരിപാടി. ഏകദേശം നമ്മുടെ ചാനലിൽ 100 പേര് കണ്ടതിൽ 20 പേരാണ് നമുക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് മിനിമം ഒരു 50 സബ്സ്ക്രൈബേഴ്സ് അല്ലേ ഉള്ളത്. അപ്പം 50 സബ്സ്ക്രൈബേഴ്സാണ് അപ്പം ശിവത്തിൻ്റെ ചാനലിലുള്ളത്. അപ്പം നിങ്ങളൊരു 100 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്കൊരു ഗീവ് അവേ ആണായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതേപോലെ ഒരു ഗീവ് അവേ ഇട്ടിട്ടുണ്ടായി. അതിന് വിന്നർ അയാളുടെ പേര് ഞാൻ മറന്നു. ഒരു ബംഗാളിനെ പോലത്തെ പേരാണ്. അയാളുടെ പേരെന്താ? പക്ഷെ നമുക്കൊരു ഗീവ് അവേയിൽ ഒരാൾ വന്നായിരുന്നു കേട്ടോ. പക്ഷേ അതൊരു കുഞ്ഞിച്ചെറുക്കനായിരുന്നു. പിന്നെ നമ്മൾ ഗീവ് അവേ എന്നൊക്കെ വെറുതെ പറയണതാണ് കേസ്. മീൻസ് നമ്മൾ തരും, പക്ഷെ അതിപ്പോഴല്ല, അത് നമ്മൾ നേരത്തെ ഇട്ട് വന്നേ ഉള്ളൂ. അപ്പം ആ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ആകെ അത് യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ ഇവനും വന്നു വീട്ടിലേക്ക്. അത് എനിക്ക് ഉണ്ടാക്കി തന്നെ ഇവൻ്റെ വീട്ടിൽ പോയി. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവനും വന്നു. ഇവനിങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഇവനോട് പറഞ്ഞപ്പോൾ അന്നാലാണ് ഇവന് ഗീവോയോടെയൊക്കെ വന്നത് മനസ്സിലേക്ക്. എന്നിട്ടാണ് പിന്നെ ഇതൊക്കെ പണ്ട് ഞാൻ എഴുതിയതാണ്. പക്ഷെ അപ്പം എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വേറൊരു ചാനലുണ്ട്, ഇറ്റ്സ് മീ ശ്രീഹരി എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പം അതിനകത്ത് ഫുൾ ആനയുടെ വീഡിയോസാണ്. ആനപ്രേമീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോസ് കാണുക, ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക. അപ്പം എനിക്ക് 274 സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. പക്ഷേ 216 സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത്. തിരിഞ്ഞു പോയതാണ്, സോറി ഗൈസ്. അപ്പോൾ അതിൽ എനിക്ക് മിനിമം ഒരു 220 ആക്കി തന്നെ. അപ്പം ഓക്കെ, ഒരു 250 പ്ലീസ്. മതി എത്ര നമുക്ക് എത്രയായാലും മിനിമം ഒരു 5 വരെ സബ്സ്ക്രൈബേഴ്സ് കിട്ടണം കേട്ടോ. ടയറൊക്കെ ഇട്ടപ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്പോർട്സ് മോഡിലോട്ടായിട്ടുണ്ട്. വൈലറ്റ് അടിച്ചപ്പോൾ തന്നെ ഈ വണ്ടിയുടെ ലുക്ക് തന്നെ മാറി. ഒരു അടിപൊളി ലുക്കായി. ഈ ബമ്പർ ബ്ലാക്ക് അല്ലേ? ഇത് ബ്ലാക്ക് ആണ് ഗൈസ്. എനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നി ഈ പച്ച റെഡ് കൂടെ അടിച്ചപ്പോൾ എന്തോ പോലെ ആയിപ്പോയി. നമ്മൾ ഈ ബ്ലാക്ക് ഈ പെയിന്റിന്റെ പേരെന്താന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ പെയിന്റ് വേണമെന്നുള്ളവരാരെങ്കിലും ഈ പെയിന്റ് മേടിച്ചോ. എന്താണ്? ഫാബ്രിക് അക്രലിക് കളർ അൾട്ര 15 ml 242 ലൈറ്റ് വയലറ്റ് എന്ന് പറയുന്ന കളറാണ് കേട്ടോ. അപ്പോൾ ഇതിലെ സാധനമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിച്ചോ. ഇതേപോലത്തെ ആവശ്യത്തിനൊക്കെ കൂടി. അപ്പോൾ ബോണറ്റ് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു വയലറ്റ് കളറിലെ ബോണറ്റാണ്. കാരണം ബോണറ്റ് നമ്മൾ അത്യാവശ്യം നല്ല വെറൈറ്റി, അതായത് നമ്മളൊരിക്കലും വെറൈറ്റി കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതായത് നമ്മളൊരിക്കലും ലോക്കൽ വെറൈറ്റി ഒന്നും കാണിക്കില്ല. ശരിയാ. ഇത് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൻ്റെ ഒരു രീതിയിൽ, ഒരു എടുപ്പ് രീതിയിലേ ചെയ്യത്തുള്ളൂ. കേരളത്തിൽ പോലും ഇല്ലാത്ത രീതിയിൽ സാധനമാണ് നമ്മൾ എന്താക്കുന്നത്. വീഡിയോ നമ്മൾ ഇടുന്നതാണ് നല്ലത്.
ഇതിപ്പോൾ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് ഞങ്ങൾ ഒന്നുകൂടെ പറയുകയാണ്, കാണാത്തവർ എന്തായാലും കാണുമെങ്കിൽ ഞങ്ങൾ കാല് പിടിച്ചെങ്കിലും പറയാം അല്ലേ. അതെ അതെ. പക്ഷെ ഇപ്പം വന്നേക്കണ ഇതിന് ഇപ്പം ഈ വീഡിയോ ഇടുന്നതിന് മുന്നേ ഒരു വീഡിയോ ഉണ്ട്. പക്ഷെ അത് വേറൊരു വണ്ടിയുടെയാണ്, അത് താറിൻ്റെയാണ്. എടാ വണ്ടി സൈഡിൽ കിടപ്പണമെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുത്തേ. അതങ്ങ് അകത്ത് പോയി. ഇതിൻ്റെ അടിയിലാണ്, കട്ടിൻ്റെ അടിയിലാണ്. അപ്പോൾ ആ ഒരു വേറെ ജീപ്പുണ്ട്, ആ ജീപ്പിൻ്റെ വീഡിയോ ആണ്. അതിപ്പോഴൊന്നും വരത്തില്ല, അത് 2-3 മാസം കഴിഞ്ഞാലേ വരത്തുള്ളൂ. കാര്യം അത് ഒട്ടിക്കണമെങ്കിൽ അതിന് ഇങ്ങനെ റേഡിയേറ്റർ ഇങ്ങനെയൊക്കെ പോലെ സാധനമൊക്കെ ഉണ്ട്. പക്ഷെ അതിനൊക്കെ നല്ല വിലയാകും. അതുകൊണ്ട് നമുക്ക് ഇപ്പം പൈസ ഇല്ല. അതുകൊണ്ട് നമ്മൾ പൈസ കിട്ടുമ്പോൾ റെഡിയാക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇടുന്നതാണ്. അതിൻ്റെ ഒരു പാർട്ട് 1 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വണ്ടി നമ്മുടെ ഇവിടെ ഓടുന്ന വണ്ടിയായിട്ടില്ല ഞാൻ കൺവേർട്ട് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇത് വേറെ ഈ നമ്മുടെ ഇടുക്കി മേഖല അങ്ങോട്ടൊക്കെയുള്ള വണ്ടി, ഓഫ് റോഡ് മലയൊക്കെ കാണിക്കാൻ കൊണ്ടുപോകുന്ന വണ്ടി, വണ്ടി ആക്കാനാണ് എൻ്റെ പ്ലാൻ. അതേപോലത്തെ ഒരു വണ്ടി. ഈ വണ്ടിയുടെ പേരൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്. മഹേന്ദ്ര മേജറാണ്. എത്ര മോഡൽ? 1999 മോഡൽ. പക്ഷെ മേടിച്ചത് 2023. അതെ അതെ. 23 അമ്മ കന്യാകുമാരി പോയിട്ട് വന്നപ്പം ഞാൻ പറഞ്ഞിവിടെ എനിക്ക് മേടിച്ചോണ്ട് തന്നു. അപ്പോൾ ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ജീപ്പാണ്. അത് നമ്മൾ കൺവേർട്ടഡ് ഇൻറ്റു ജീപ്പ് മേജർ. അല്ല, ഒരു മോഡിഫൈഡ് വണ്ടി എന്നൊക്കെ പറയാം. ഇപ്പോൾ ഇത്രയും മാഹേ വയലറ്റ് അടിക്കുന്നത്. സീറ്റൊക്കെ നമ്മൾ ബ്ലാക്ക് ആട്ടോ. ഓക്കെ, നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിന് ചെറിയൊരു സിസ്റ്റം പിടിപ്പിക്കുന്നുണ്ട്. വണ്ടിയുടെ അലമ്പ് വർദ്ധിക്കാൻ നമ്മൾ ഈ സാധനങ്ങളൊക്കെ സൗണ്ടിൽ പറ, ഒന്നും കേൾക്കത്തില്ല. അഴകൊക്കെ വർദ്ധിക്കും. നമുക്ക് പിന്നെ അഴകുന്ന സാധനം. ഗൈസ്, അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഉണ്ട്, ക്ഷമിക്കണം. TV വെക്കണതിൻ്റെയാണ്. നിങ്ങളുടെ ജില്ല ഏതാണ് താഴത്ത് കമൻറ്റ് ചെയ്യട്ടെ. ആരുടെയൊക്കെ സെയിം ആയിട്ട് എഴുതുന്ന നോക്കാം. എൻ്റെ ജില്ല കോട്ടയമാട്ടോ. നമുക്ക് ആരുടെയൊക്കെ സെയിം ആയിട്ട് എഴുതി നോക്കാം. ഈ ജീപ്പ് ഞാൻ നമ്മുടെ കോഴിക്കോടൊക്കെ ഉള്ള ജീപ്പായിട്ടാണ് ഞാൻ കണ്ടത്. ഞാൻ കോഴിക്കോടെ കാണത്തുള്ളൂ എന്ന് എനിക്ക് അറിയാം. എന്തായാലും നിങ്ങൾ വരിക. എനിക്ക് കിട്ടാത്തായിരിക്കും. ഇപ്പം വളരെ ഷോക്കായി. അപ്പോൾ ഇത് നമ്മൾ പ്രൈമർ പോലെ അടിച്ചേക്കാണ്ട്. പ്രൈമറാണ്. കാരണം ഈ കാർബോർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ കാർബോർഡ് അല്ല, ഇത് മറ്റേ ടൈപ്പാണ്. ഈ പായസത്തിൻ്റെ ഒക്കെ ടൈപ്പ് കാർബോർഡ് ഇല്ല, അത് മേളിൽ കൂടെ വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ സ്റ്റിക്കി ആയിട്ടുള്ളതല്ല, ഇങ്ങനെ തെന്നി പോലെ. അത് കാരണം അതിൻ്റെ മേളിൽ കൂടെ പ്രൈമർ പോലെ നമ്മളത് അടിച്ചേക്കുവാണ്. ഉണങ്ങി കഴിയുമ്പോൾ നമ്മളിത് ഫാബ്രിക്ക് ലാസ്റ്റിൽ ഓയിൽ പേസ്റ്റൽ അടിക്കുന്നതാണ്. കണ്ടല്ലേ. പിന്നെ ഇതിന് നമ്മൾ ബ്ലാക്ക് വെച്ചിട്ട് ചെറിയ ഡിസൈനൊക്കെ ഇടും ഇവിടെ. DJ ഇത്രയൊക്കെയാണ് ഈ ജീപ്പിൻ്റെ വിശേഷം. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. അപ്പോൾ നിങ്ങൾ വീണ്ടും അതിപ്പോൾ ജീപ്പിൻ്റെ പരിപാടി ഏകദേശമൊക്കെ കഴിഞ്ഞു. ഇനി ആകെയുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിനും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. കാരണം വീഡിയോ പിടിക്കാനാണെങ്കിൽ ആരും ഇല്ല ഇവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.